ത്തിൽ നിന്നാണ് ഈ ഗാനം രചിച്ചത്. സുവിശേഷ പ്രവർത്തനത്തിനായി ജീവിതം വേർതിരിച്ചതറിഞ്ഞ് തൻ്റെ വല്യമ്മച്ചി സ്വഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അഭ്യർത്ഥിച്ച് എഴുതിയ കത്ത് വായിച്ച് ദുഃഖിതയായ അന്നമ്മയുടെ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഈ ഗാനത്തിൽ വെളിവാകുന്നത്. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ, ലക്ഷോപലക്ഷം ദൂതസേവിതനിത തുടങ്ങി 100ഓളം ഗാനങ്ങൾ രചിച്ച അന്നമ്മ മാമൻ 1914 കുമ്പനാട്ട് ജനിച്ചു. 2002 നിത്യതയിൽ ചേർക്കപ്പെട്ടു. ART അതിശയം. ദിനം ദിനം നീ വാഴ്ത്തുക എന്ന ക്രൈസ്തവ ലോകത്തെ എക്കാലത്തെയും പ്രസിദ്ധമായ സ്തുതിഗീതം രചിച്ചത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ രാജകുടുംബത്തിൽ ജനിച്ച് പിന്നീട് സുവിശേഷകനായി കേരളത്തിലെത്തിയ ART അതിശയമാണ്. പ്രശസ്തമായ പൂവത്തൂർ ഉണർവിന് നേതൃത്വം നൽകിയത് പാസ്റ്റർ ART അതിശയമായിരുന്നു. മികച്ച വേദാധ്യാപകൻ, വേദപണ്ഡിതൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ കേരള പെന്തക്കോസ്ത് രംഗത്ത് അറിയപ്പെട്ടിരുന്നു. 1958 നിത്യതയിൽ ചേർക്കപ്പെട്ടു. പാസ്റ്റർ PP മാത്യു. ഏകദേശം 100ഓളം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള പാസ്റ്റർ PP മാത്യു നീണ്ട 22 വർഷങ്ങൾ TPMലെ ശുശ്രൂഷകനായിരുന്നു. പിന്നീട് വിവാഹിതനായി. 1915 ഹരിപ്പാട്ട് പായിപ്പാട്ട് പുത്തൻപറമ്പിൽ പീലിപ്പോസിൻ്റെ മകനായി ജനിച്ചു. വന്ദനമേ യേശു രക്ഷകനൻ നായകനെ, പരനേശു രാജൻ്റെ മണവാട്ടി, എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ, ലോകെ ഞാൻ എൻ ഓട്ടം തികച്ചു, യേശുവേ എൻ പ്രാണനായക, സ്തോത്രമേ സ്തോത്രമേ തുടങ്ങി 70ലധികം ഗാനങ്ങൾ സുപരിചിതങ്ങളാണ്. 2001 നിത്യതയിൽ ചേർക്കപ്പെട്ടു. ലോകെ ഞാൻ എൻ ഓട്ടം തികച്ചു, സ്വർഗഗേഹെ ബിരുദനായി എന്ന പ്രശസ്ത ഗാനത്തിന് പിന്നിലെ അനുഭവം വളരെ ശ്രദ്ധാർഹമാണ്. ഈ ഗാനം രചിച്ച പാസ്റ്റർ PP മാത്യു തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ PP ഏബ്രഹാം ക്യാൻസർ ബാധിച്ച് മരണാസന്നനായി പായിപ്പാട്ടെ വസതിയിൽ കഴിയവേ അദ്ദേഹത്തെ കാണാൻ PP മാത്യു എത്തി. മുട്ടിന് മുകളിലോട്ട് പഴുപ്പ് കയറി വേദന കൊണ്ട് പുളയുന്ന ജ്യേഷ്ഠൻ്റെ അവസ്ഥ മാത്യുവിനെ തളർത്തി. കട്ടിലിൻ്റെ അറ്റത്ത് വീഴാൻ പോകുന്നതുപോലെ കിടക്കുന്ന ജ്യേഷ്ഠനോട് ഇങ്ങനെ കിടന്നാൽ മറിഞ്ഞു വീഴില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല, അപ്പുറത്തെ വശത്ത് മുഴുവൻ ദൂതന്മാർ ഇരിക്കുകയാണ്, അവരെന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്, അവരുടെ സൗകര്യത്തിനായിട്ടാണ് ഞാൻ അറ്റത്ത് കിടക്കുന്നത് എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇത് കേട്ട മാത്രയിൽ പാസ്റ്റർ മാത്യു പരിശുദ്ധാത്മാ ശക്തിയാൽ ചില വാക്കുകൾ ഉരുവിട്ടു. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ